ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മാളവിക, ലേൺ ഗ്രോ അക്കാഡമിയിലെ OET ട്രെയിനറാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു OET ലെറ്ററാണ്. മിസ്റ്റർ ലയണൽ രാമമൂർത്തിയുടെ OET ലെറ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് റൈറ്റിംഗ് ടാസ്ക് വായിക്കാം, ദെൻ കേസ് നോട്ട് വായിക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ലെറ്റർ പാറ്റേൺ ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇവിടെ ഇന്നത്തെ റൈറ്റിംഗ് ടാസ്കിൽ കൊടുത്തിരിക്കുന്നത് യൂസിങ് ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ കേസ് നോട്ട്, write a discharge letter to Miss Georgine Ponsford, resident community nurse at the community retirement home, 103 Light Street, Newtown. This letter will accompany Mr. Ramamurthy back to the retirement home upon his discharge tomorrow. സോ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ഇതൊരു ഡിസ്ചാർജ് ലെറ്റർ ആണ്. നമ്മൾ റെസിഡൻറ്റ് കമ്മ്യൂണിറ്റി നഴ്സിനാണ് നമ്മളിത് എഴുതേണ്ടത്. ദെൻ അഡ്രസ്സ് തന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദിസ് ലെറ്റർ വിൽ അക്കമ്പനി മിസ്റ്റർ രാമമൂർത്തി ബാക്ക് ടു ദ റിട്ടയർമെൻറ്റ് ഹോം അപ്പോൺ ഹിസ് ഡിസ്ചാർജ് ടുമോറോ. സോ ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദിസ് ഇസ് എ നോൺ കേസ് ആൻഡ് ഓൾസോ ദ പേഷ്യൻറ്റ് ഇസ് ഗെറ്റിംഗ് ഡിസ്ചാർജ് ടുമോറോ. ദെൻ നമുക്കിനി ഇതിൻ്റെ കേസ് നോട്ട് എന്തൊക്കെയാണ് ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. Mr. Lionel Ramamurthy, a 63-year-old, is a patient in the medical ward of which you are charge nurse. Hospital, Newtown Public Hospital, 41 Main Street, Newtown. Patient details കൊടുത്തിട്ടുണ്ട്. Name, Mr. Lionel Ramamurthy. Then marital status widowed, spouse deceased, 6 months. Residence കൊടുത്തിട്ടുണ്ട് community retirement home, Newtown. So ഇവിടെ അഡ്രസ്സ് രണ്ടും സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മളത് നോൺ കേസ് ആണെന്ന് മനസ്സിലാക്കിയത്. ദെൻ നെക്സ്റ്റ് ഓഫ് കിൻ കൊടുത്തിട്ടുണ്ട് ജെയ്ക്ക് സീൻ, റിലേറ്റീവ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ദെൻ അഡ്മിഷൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 4 February 2014. ഡിസ്ചാർജ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 11 February 2014. ഡയഗ്നോസ് കൊടുത്തിട്ടുണ്ട് ന്യൂമോണിയ. ദെൻ നെക്സ്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ദെൻ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുണ്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, മെയിൻലി ഫിംഗേഴ്സ്, വോൾട്ടറൻ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഐസൈറ്റ് ഡിക്രീസ്ഡ് ഡ്യൂ ടു കാറ്ററാക്ട്സ്, റിമൂവ്ഡ് 16 months ago, നീഡ്സ് ചെക്കപ്പ്. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് റിട്ടയർഡ് സ്കൂൾ ടീച്ചർ, ഹിസ്റ്ററി ആൻഡ് മാത്സ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, ലോൺലി സിൻസ് വൈഫ് ഡൈഡ്, വെയ്റ്റ് ലോസ് അസോസിയേറ്റഡ് വിത്ത് പുവർ ഡയറ്റ്. മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ അഡ്മിറ്റഡ് വിത്ത് ന്യൂമോണിയ, അക്യൂട്ട് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഇൻസ്പിറേറ്ററി ആൻഡ് എക്സ്പിറേറ്ററി വീസിംഗ്, പെർസിസ്റ്റന്റ് കഫ്, ചെസ്റ്റ് ആൻഡ് അബ്ഡോമിനൽ പെയിൻ, ഫീവർ, റൈഗർ, സ്ലീപ്ലെസ്നെസ്, ജനറലൈസ്ഡ് ഏക്ക്. ഒരുപാട് സിംറ്റംസ് കൊടുത്തിട്ടുണ്ട്. ഓൺ അഡ്മിഷൻ മൊബിലൈസിംഗ് വിത്ത് പിക്കപ്പ് ഫ്രെയിം, അസിസ്റ്റ് വിത്ത് ADLs, എക്സാമ്പിൾ ഷവറിംഗ്, ഡ്രസ്സിംഗ് എക്സെട്ര. വെരി വീക്ക്, ആംപ്ലേറ്റിംഗ് ഓൺലി ഷോർട്ട് ഡിസ്റ്റൻസ് വിത്ത് ഇൻക്രീസ്ഡ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഓർ എക്സർഷൻ. ദെൻ ഇനി കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് പേഷ്യൻറ്റിൻ്റെ പ്രോഗ്നോസിസും അതുപോലെ തന്നെ ഇനി എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, റെക്കമെൻഡേഷൻ കാര്യങ്ങളൊക്കെയാണ്. സോ മെഡിക്കൽ പ്രോഗ്രസ്സിനകത്ത് ഫെബ്രൈലാണ്, ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ബാക്ക് ടു നോർമൽ, സ്ലോ ബട്ട് ഇൻഡിപെൻഡൻറ്റ് വാക്ക് ആൻഡ് ഷവർ ഓർ ടോയ്ലറ്റ്, ഡ്രൈ കഫ്, സം ചെസ്റ്റ് ആൻഡ് അബ്ഡോമിനൽ പെയിൻ, വെയ്റ്റ് ഗെയിൻ, പോസ്റ്റ് റിവ്യൂഡ് ബൈ ഡയറ്റീഷ്യൻ. നഴ്സിംഗ് മാനേജ്മെൻറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് എൻകറേജ് ഓറൽ ഫ്ലൂയിഡ്സ്, proper nutrition, ambulant as per physio, encourage chest physiotherapy, deep breathing and cuffing exercises, sitting preferred to lying down to ensure postural drainage. Then assessment at പറയുന്നുണ്ട് good prognosis overall, discharge plan paracetamol if necessary for chest or abdominal pain, keep warm, then good nutrition, increase the fluids, egg, fruit, vegetable, need help monitoring diet. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേസ് നോട്ടിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കറിയാം ഇതൊരു നോൺ കേസ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് പാസ്റ്റ് ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി എഴുതേണ്ട ആവശ്യമില്ല. ദെൻ റെസ്റ്റ് ഓഫ് ഓൾ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, പേഷ്യൻ്റെ ഡയഗ്നോസിസ്, സിംറ്റംസ്, പിന്നെ പേഷ്യൻ്റെ പ്രോഗ്രസ്, അഡ്മിഷൻ ഡീറ്റെയിൽസ്, ഇതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. റെക്കമെൻഡേഷൻ ഇനി കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ലെറ്റർ എഴുതേണ്ടത്. സോ ഇതെന്താണ്, ഒരു സാമ്പിൾ ഡിസ്ചാർജ് ലെറ്റർ, നോൺ കേസ് ലെറ്റർ ആണ്. റെസിഡൻറ്റ് കമ്മ്യൂണിറ്റി നഴ്സിനാണ് നമ്മൾ എഴുതുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡേറ്റ് നോക്കണം. ഇവിടെ ഡിസ്ചാർജ് ഡേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 11 February 2019 ആണ്. പക്ഷേ പേഷ്യൻറ്റ് ഡിസ്ചാർജിങ് ടുമോറോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഡേറ്റ് 10 February 2019 ആയിട്ടാണ് എഴുതുന്നത്. ദെൻ മിസ് ജോർജീൻ പോൺസ്ഫോർഡ്, റെസിഡൻറ്റ് കമ്മ്യൂണിറ്റി നഴ്സ്, കമ്മ്യൂണിറ്റി റിട്ടയർമെൻറ്റ് ഹോം, 103 ലൈറ്റ് സ്ട്രീറ്റ്, ന്യൂടൗൺ. ദെൻ ഡിയർ മിസ് പോൺസ്ഫോർഡ്, സെക്കൻഡ് നെയിം ആണ് നമ്മൾ എഴുതുന്നത്. ദെൻ റെഫറിങ് മിസ്റ്റർ ലയണൽ രാമമൂർത്തി, ഏജ്ഡ് 63. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ്, നോൺ കേസിന് നമ്മൾ എഴുതുന്ന പാറ്റേൺ ഐ ആം അപ്ഡേറ്റിംഗ് യു റിഗാർഡിംഗ് ദ കറണ്ട് ഹെൽത്ത് സ്റ്റാറ്റസ് എന്നാണ്. ദെൻ പേഷ്യൻറ്റിൻ്റെ ഡയഗ്നോസിസ്, പേഷ്യൻറ്റിൻ്റെ ഡിസ്ചാർജ് സ്റ്റാറ്റസ്, പേഷ്യൻറ്റിൻ്റെ പിന്നെ എന്താണ് നെയിം, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പർപ്പസ് പാരഗ്രാഫിൽ വരുന്നത്, ഇൻക്ലൂഡിങ് പർപ്പസ്.
Then I am updating you the current health status of Mr. Lionel Ramamurthy, who is recovering from pneumonia and will be discharging back into your care tomorrow. He requires follow-up care. ഇതാണ് നമ്മുടെ പർപ്പസ് പാരഗ്രാഫ് വരുന്നത്. സോ എല്ലാം നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നോൺ കേസ് ആണെന്നുള്ള രീതിയിൽ പാറ്റേണിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. നെയിം പറയുന്നുണ്ട്, ദെൻ ന്യൂമോണിയ റിക്കവറി ഡയഗ്നോസിസ് പറയുന്നുണ്ട്, ദെൻ ഡിസ്ചാർജ് സ്റ്റാറ്റസ് പറയുന്നുണ്ട്, ദെൻ ഫോളോ അപ്പ് കെയർ ആണ് പേഷ്യൻറ്റിന് വേണ്ടത്, പർപ്പസ് പറയുന്നുണ്ട്. സോ ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ് നമുക്ക് വേണ്ടത്? പേഷ്യൻ്റെ അഡ്മിഷൻ ഡീറ്റെയിൽസ് ഒക്കെയാണ് പറയേണ്ടത്. സോ നമുക്ക് നോക്കാം. Mr. Ramamurthy was admitted on 4 February 2019 with the complaints of shortness of breath and associated symptoms of his diagnosis. സോ ഇവിടെ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ആണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ്. സോ അതുകൊണ്ട് നമ്മൾ അത് എഴുതണം. അതിനുശേഷം നമ്മൾ അസോസിയേറ്റഡ് സിംറ്റംസ് ഓഫ് ഹിസ് ഡയഗ്നോസിസ്, എല്ലാ സിംറ്റംസും നമുക്ക് എഴുതേണ്ട, അസോസിയേറ്റഡ് സിംറ്റംസ് ഓഫ് ഹിസ് ഡയഗ്നോസിസ്, ന്യൂമോണിയയുടെ അസോസിയേറ്റഡ് സിംറ്റംസ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. Then next, his hospitalization was uneventful. Expect increased shortness of breath during exertion. Then however he can ambulate slowly and can perform daily living activities independently. So ഇവിടെ പേഷ്യൻറ്റിന് ആംപ്ലേറ്റ് ചെയ്യാം slowly and can perform activities independently. Then in addition he gained 1.5 kg weight as per his dietitian. Dietitian review അനുസരിച്ച് 1.5 kg weight gain ചെയ്തിട്ടുണ്ട്. Then currently he made good progress even though he has dry cough as well as chest and abdominal pain. So പേഷ്യൻറ്റിന് chest and abdominal pain ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രോഗ്രസ്സും കാര്യങ്ങളും കറൻലി ഹി മേഡ് ഗുഡ് പ്രോഗ്രസ് നമ്മൾ പറയുന്നുണ്ട്. ദെൻ എന്നാൽ പോലും ഡ്രൈ കഫ് ഉണ്ട് ആസ് വെൽ ആസ് ചെസ്റ്റ് ആൻഡ് അബ്ഡമിനൽ പെയിൻ. പിന്നെ നെക്സ്റ്റ് ആസ് യൂഷ്വൽ നമുക്ക് സോഷ്യൽ ആൻഡ് പാസ്റ്റ് ഹിസ്റ്ററി ആണ് വരുന്നത്. പക്ഷേ ഇതൊരു നോൺ കേസ് ആയതുകൊണ്ട് നമുക്ക് സോഷ്യൽ ആൻഡ് പാസ്റ്റ് ഹിസ്റ്ററി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് നേരെ റെക്കമെൻഡേഷൻ പാരഗ്രാഫിലേക്ക് പോകാം. എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ? സോ ഇനി പേഷ്യൻറ്റിന് കൊടുക്കേണ്ട കാര്യങ്ങൾ, ദാറ്റ് ഈസ് നമുക്കറിയാം റെക്കമെൻഡേഷൻ പാരഗ്രാഫ് നമ്മൾ തുടങ്ങുന്നത് ഇറ്റ് വുഡ് ബി അപ്രിഷിയേറ്റഡ് വെച്ചാണ്. സോ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് വുഡ് ബി അപ്രിഷിയേറ്റഡ് ഇഫ് യു കുഡ് അഡ്മിനിസ്റ്റർ പാരസെറ്റമോൾ ടാബ്ലറ്റ് ടു മിസ്റ്റർ രാമമൂർത്തി ഇൻ കേസ് ഓഫ് ചെസ്റ്റ് ഓർ അബ്ഡമിനൽ പെയിൻ. പ്ലീസ് മേക്ക് ഷുവർ that he is performing chest physiotherapy, deep breathing and cuffing exercises. It is essential for him to ensure postural drainage while sitting rather than lying down position. നമ്മളത് ഡിസ്ചാർജ് പ്ലാനകത്ത് പറയുന്നുണ്ട്, സിറ്റിംഗ് പൊസിഷൻ ആണ് എടുക്കുന്നതെന്ന് എൻഷുർ ചെയ്യണം. Then kindly note his diet plans need to be monitored for increased fluid intake, nutritious food like egg, fruits, vegetables as well as keep him in a warm environment. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്ചാർജ് പ്ലാനകത്ത് പറയുന്നത്. അതായത് പേഷ്യൻറ്റിന് വാം എൻവയോൺമെൻറ്റ് കൊടുക്കണം, ന്യൂട്രീഷൻ നമ്മൾ മോണിറ്റർ ചെയ്യണം, ദെൻ പാരസെറ്റമോൾ ടാബ്ലറ്റ് ഇൻ കേസ് ഓഫ് ചെസ്റ്റ് ഓർ അബ്ഡമിനൽ പെയിൻ നമുക്ക് ഇത് അഡ്മിനിസ്റ്റർ ചെയ്യണം. ദെൻ ഡീപ് ബ്രീത്തിങ് ആൻഡ് കഫിങ് എക്സസൈസസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യണം. ദെൻ പോസ്റ്ററൽ ഡ്രെയിനേജ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഡിസ്ചാർജ് പ്ലാൻ ദാറ്റ് ഈസ് റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദെൻ ഫൈനലി നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ഇഫ് യു ഹാവ് എനി ക്വയറീസ് പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. യുവേഴ്സ് സിൻസിയർലി രജിസ്റ്റേർഡ് നഴ്സ്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ലെറ്ററിൻ്റെ പാറ്റേൺ വരുന്നത്. സോ ഇതൊരു നോൺ കേസാണ്. നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അൺനോൺ കേസാണ്. സോ നമ്മൾ ഫസ്റ്റ് ഡേറ്റ് എഴുതി, ദെൻ അഡ്രസ്സ് എഴുതി, ദെൻ എന്താണ് നമ്മൾ സാലിറ്റേഷൻ എഴുതി, റെഫറൻസ് എഴുതി, ഫസ്റ്റ് പർപ്പസ് പാരഗ്രാഫിൽ എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് നോക്കി. ദെൻ സെക്കൻഡ് പാരഗ്രാഫ് പ്രസൻറ്റ് മെഡിക്കൽ ഹിസ്റ്ററി ആണ്. ദെൻ പാസ്റ്റ് ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി നമുക്കിവിടെ വേണ്ട, സോ നമ്മളത് സ്കിപ്പ് ചെയ്തു. ദെൻ റെക്കമെൻഡേഷൻ പാരഗ്രാഫ് എഴുതി, ദെൻ കൺക്ലൂഡ് ചെയ്തു. സോ ഇത്രയുമാണ് മിസ്റ്റർ ലയണൽ രാമമൂർത്തിയുടെ OET റൈറ്റിംഗ് ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഈ ഒരു ലെറ്ററിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. താങ്ക് യു.